നമസ്കാരം. ഇറാനിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സ്വന്തമായി വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കില്ല. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ താലിബാനില്. സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങൾ കാണുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. സ്ത്രീകളെ സ്വന്തം വീട്ടിലുള്ളവർ അല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ തീരുമാനം. സംഭവത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന അടുക്കള, വീട്ടുമുറ്റം, കിണർ തുടങ്ങിയ ഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്ന തരത്തിലുള്ള നിർമ്മാണം പാടില്ലെന്നാണ് താലിബാന്റെ ഉത്തരവ്. ജനലുകൾ പോലും നിർമ്മിക്കാൻ പാടില്ല. അടുക്കളയിലും മുറ്റത്തുമെല്ലാം സ്ത്രീകൾ പണിയെടുക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് അശ്ലീലമാണെന്നാണ് താലിബാൻ നിലപാട്. താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയയിലൂടെയാണ് നിരോധനത്തിനുള്ള കാരണം വ്യക്തമാക്കിയത്. അടുക്കള, മുറ്റം എന്നിവിടങ്ങളിൽ പണിയെടുക്കുന്നതും കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതും മറ്റുള്ളവർ കാണുന്നത് അശ്ലീലമാണെന്ന് മുജാഹിദ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഈ ഭാഗങ്ങൾ പുറത്തു കാണുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ട്. അടുത്തിടെ സ്ത്രീകൾ ഖുറാൻ പാരായണം ചെയ്യുന്നത് താലിബാൻ വിലക്കിയിരുന്നു. മറ്റ് സ്ത്രീകൾ കേൾക്കെ വനിതകൾ ഖുറാൻ വായിക്കരുതെന്ന വിലക്കായിരുന്നു താലിബാൻ കൊണ്ടുവന്നത്. തക്ബീർ മുഴക്കുന്നതിലും സ്ത്രീകൾക്ക് വിലക്ക് നൽകുന്നുണ്ട്. സ്വന്തം മതഗ്രന്ഥം പാരായണം ചെയ്യുന്ന ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്നതെന്നാണ് താലിബാൻ നിഷ്കർഷിച്ചിരിക്കുന്നത്. സദ്ഗുണ പ്രചരണ മന്ത്രി മുഹമ്മദ് ഖാലിദ് ഫനയിലുടേതാണ് ഉത്തരവ്. ഒരു സ്ത്രീയുടെ ശബ്ദം ഹറാമായി കണക്കാക്കപ്പെടുന്നു. മറ്റ് സ്ത്രീകൾ പോലും പരസ്യമായി കേൾക്കാൻ പാടില്ലെന്ന് ഹനഫി പറഞ്ഞിരുന്നു. താലിബാൻ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. കൂടാതെ 6ാം ക്ലാസ്സിനു ശേഷം പഠിക്കാനും അനുവാദമില്ല. ഇതെല്ലാം ശരീഅത്ത് നിയമപ്രകാരം നിഷിദ്ധമാണെന്നാണ് താലിബാന്റെ നിലപാട്. അടുത്തിടെ ജീവനുള്ള വസ്തുക്കൾ ചിത്രീകരിച്ച് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നത് നിരോധിച്ചും ഉത്തരവ് ഇറക്കിയിരുന്നു. നിയമം അഫ്ഗാൻ മാധ്യമങ്ങൾക്ക് മാത്രമാണോ വിദേശ മാധ്യമങ്ങൾക്ക് ബാധകമാണോ എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വളരെ പുരോഗമനപരമായി ചിന്തിച്ചവരാണ് അഫ്ഗാൻ സമൂഹം. അന്നത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും ഉയർന്നതായിരുന്നു. 1994 താലിബാൻ രൂപീകൃതമായത്. 1996 താലിബാൻ ഭരണം പിടിച്ചെടുത്തതുകൂടിയാണ് അഫ്ഗാന്റെ തലവര മാറിയത്. 2001 ഭരണം നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും 2021 വീണ്ടും അധികാരത്തിലെത്തി. അഫ്ഗാന്റെ ഭരണത്തിൽ നിന്ന് പുറത്തായ കാലയളവിൽ പാകിസ്ഥാൻ സർക്കാരിൽ നിന്നാണ് താലിബാന് പരിശീലനവും പണവും മറ്റ് സഹായങ്ങളും ലഭിച്ചിരുന്നത്. പാകിസ്ഥാനിലെ ജാമിയത്ത് ഉലൈമ ഇസ്ലാമാണ് താലിബാൻ അംഗങ്ങൾക്കായുള്ള മതപാഠശാലകൾ നടത്തിയിരുന്നത്. അതേസമയം സ്ത്രീകളോടുള്ള നിഷേധാത്മക നിലപാട് അതിശക്തമായി തുടരുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ താലിബാൻ എടുത്ത ഈ നിയമം എന്നത് വ്യക്തമാണ്. അതേസമയം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരായി ഇറാനിൽ യുവതി വസ്ത്രമില്ലാതെ പ്രതിഷേധിച്ച അവസ്ഥയിലോട്ട് താലിബാനിലെ സ്ത്രീകളും ഇനി കടക്കുമെന്ന തരത്തിലൊക്കെ ഇതിന് പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.